തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുത്ത മറ്റ് 6 സ്ഥലങ്ങളിലും ഞായറാഴ്ച തീവ്ര ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. രാവിലെ 7 മുതൽ 10 വരെ നടത്തുന്ന പരിപാടിയിൽ അതത് മേഖലയിലെ നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം വഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ KM ജമുന റാണിയും വൈസ് ചെയർമാൻ MV ജയരാജനും നഗരസഭാ ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തീവ്ര ശുചീകരണ യജ്ഞം നടത്തുന്നത്. വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, ഘടക സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുത്ത മറ്റ് 6 സ്ഥലങ്ങളിലുമാണ് തീവ്ര ശുചീകരണ യജ്ഞം നടത്തുന്നത്. ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സ്ഥലത്തെ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സന്നദ്ധ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതസേനാംഗങ്ങൾ തുടങ്ങിയവരുടെ സഹകരണവും സജീവതയും മെഗായജ്ഞത്തിൽ ഉറപ്പുവരുത്തും. തീവ്ര ശുചീകരണ യജ്ഞവും തുടർ പ്രവർത്തനങ്ങളും വഴി ഈ മാസം 26-നകം ടൗണുകൾ സമ്പൂർണ്ണ ശുചിത്വമുള്ളതായും ഓഫീസുകളും വിദ്യാലയങ്ങളും സമ്പൂർണ്ണ ഹരിത സ്ഥാപനങ്ങളായും പ്രഖ്യാപിക്കും. ഇതോടൊപ്പം 300-ലധികം സ്പോട്ടുകൾ ശുചീകരണം നടത്തി നഗരസഭയാകെ മാലിന്യമുക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ KM ജമുന റാണി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ 2024 ഒക്ടോബർ 2-ന് ആരംഭിച്ച് മികച്ച രീതിയിൽ നഗരസഭ പുരോഗമിച്ചു വരുന്നു. തലശ്ശേരിയിലെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങിയത് പുതിയ MCF ഉദ്ഘാടനത്തോടുകൂടിയാണ്. അജൈവ മാലിന്യ ശേഖരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. 2 MCF, ഒരു RRF എന്നിവ നമ്മുടെ നഗരസഭകളുണ്ട്. ഒരു മാസം 100 മുതൽ 150 വരെ ടൺ അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേന വഴി ശേഖരിച്ച് MCF-ൽ എത്തിച്ച് കൈയൊഴിയുന്നുണ്ട്. നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലർമാരുമായ C സോമൻ, TC അബ്ദുൾ ഖിലാബ്, ഷബാന ഷാനവാസ്, N രേഷ്മ, TK സാഹിറ, COT ഷബീർ, TP ഷാനവാസ്, ബംഗ്ല ഷംസുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.